പ്രിയദർശിനി പദ്ധതി അനുസരിച്ച് സർവീസ് നടത്തുന്ന ഓർഡിനറി ബസ്സിൽ വനിതാ യാത്രക്കാരി ടിക്കറ്റിന് പണം നൽകിയാൽ പോലും അത് വാങ്ങാൻ കഴിയില്ല. അത്തരത്തിൽ പണം വാങ്ങുന്നത് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നാണ് മന്ത്രി CP ജോൺ വ്യക്തമാക്കിയത്. ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ആക്കി ഓടിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെയുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അത് തെറ്റാണ്. തിരുവനന്തപുരത്ത് മാത്രമാണ് സിറ്റി ഫാസ്റ്റ് ബസ്സുള്ളത്. 384 സിറ്റി ഫാസ്റ്റ് ബസ്സുകളുണ്ട്. ഒരു ഓർഡിനറി പോലും സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. ബസ്സുകൾ തിരിച്ചറിയാനാണ് സിറ്റി ഫാസ്റ്റ് സ്റ്റിക്കർ ഒട്ടിച്ചത്. അതേസമയം 2 സിറ്റി ഫാസ്റ്റുകൾ ഓർഡിനറി ആക്കി. പൊഴിയൂർ അഞ്ചുതെങ്ങ് ഓർഡിനറി ആക്കിയത്. ജൂൺ 16-ന് 18,56,000 പേരാണ് ഓർഡിനറിയിൽ യാത്ര ചെയ്തത്. ആ ദിവസത്തെ 2.25 കോടി രൂപ സർക്കാർ KSRTCക്ക് നൽകണം. അതേസമയം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബസ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആരോപണം ഗതാഗത വകുപ്പ് സെക്രട്ടറി പരിശോധിക്കുമെന്നും CP ജോൺ അറിയിച്ചു. അതേസമയം പ്രിയദർശിനിയോടുള്ള പ്രതിഷേധം കാരണം വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ്സിൽ കയറാൻ അനുവദിച്ചില്ല. തൃശ്ശൂർ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിലാണ് സംഭവം. ഇതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ്സിനരികെ വരിവരിയായി കാത്തു നിൽക്കുന്നതാണ് വീഡിയോയിൽ ആദ്യം കാണുന്നത്. എന്നാൽ വെറും 3 വിദ്യാർത്ഥികളെ മാത്രമാണ് കണ്ടക്ടർ ബസ്സിനുള്ളിൽ കയറാൻ അനുവദിച്ചത്. ബാക്കിയുണ്ടായിരുന്ന 5 വിദ്യാർത്ഥികളെ കയറ്റിയില്ലെന്ന് കണ്ടക്ടർ തർപ്പിച്ചു പറഞ്ഞു. അവരെ കയറ്റാൻ പറ്റില്ലെന്നാണ് കണ്ടക്ടർ പറയുന്നത്. ഇതിനിടെ മറ്റൊരു സ്കൂളിലെ 2 വിദ്യാർത്ഥികൾ ബസ്സിൽ കയറുന്നത് വീഡിയോയിൽ കാണാം. എന്നിട്ടും ആദ്യം കാത്തുനിന്ന വിദ്യാർത്ഥികളെ ഈ കണ്ടക്ടർ കയറ്റുന്നില്ല. കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥി കണ്ടക്ടറോട് കൈകൂപ്പി അപേക്ഷിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. ബസ്സിൽ കയറ്റില്ലെന്ന് കണ്ടക്ടർ തർപ്പിച്ചു പറഞ്ഞു. പിന്നീട് നിസ്സഹായതയോടെ നിൽക്കുന്ന വിദ്യാർത്ഥികളെയാണ് വീഡിയോയിൽ കാണുന്നത്. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി നടപ്പിലാക്കിയതിന് പിന്നാലെ വലിയ പ്രതിസന്ധി നേരിടുന്നുവെന്ന് കാട്ടി സ്വകാര്യ ബസ് ഉടമകൾ രംഗത്തെത്തിയിരുന്നു. ഇതിനോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമാകാം വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതിരുന്നതെന്നാണ് സംശയം. ഇത് തൃശ്ശൂരിൽ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും സംഭവിക്കുന്നു. സ്ഥിരമായി പ്രൈവറ്റ് ബസ്സുകളിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീകൾ അവരിപ്പോൾ പ്രിയദർശിനി ബസ്സുകളിലേക്ക് യാത്ര മാറ്റി. ഇതുമൂലം പ്രൈവറ്റ് ബസ്സുകാരുടെ വരുമാനം കുറഞ്ഞു. ദിനംപ്രതി 4,000 മുതൽ 5,000 രൂപ വരെ പ്രൈവറ്റ് ബസ്സുകൾക്ക് നഷ്ടമുണ്ട്. ഇങ്ങനെ പോയാൽ പ്രൈവറ്റ് ബസ് ഉടമകൾ കുത്തുവാളയെടുക്കും. പ്രൈവറ്റ് ബസ് വ്യവസായം തകർന്ന് തരിപ്പണമാകും. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സർക്കാർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം.